അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ഇതിന് മുന്നേ വരെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? CPU-യും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും മെമ്മറിയും തമ്മിൽ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, എങ്ങനെയൊക്കെ സിസ്റ്റം ബസ് ഉപയോഗിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് ഇൻ ബിറ്റ്വീൻ 3 ഐറ്റംസ് നമുക്ക് ഫോം ചെയ്യാം. ഇതാണ് നമ്മൾ പഠിച്ചത്. അതായത് CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും ഉണ്ട്. അപ്പോൾ സിസ്റ്റം ബസ് ഉപയോഗിച്ച് ഇവരെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാമെന്നാണ് നമ്മൾ മുന്നേ പഠിച്ചത് അല്ലേ? മെമ്മറി മാപ്ഡ്, ഐസൊലേറ്റഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് വേണമെങ്കിൽ ബസ് ഷെയർ ചെയ്യാം, ഷെയർ ചെയ്യാതിരിക്കാം, സെപ്പറേറ്റ് ബസ് കൊടുക്കാം, അല്ലെ ബസ്സിലെ ഡാറ്റയെയും അഡ്രസ് ലൈനിനെ മാത്രം ഷെയർ ചെയ്ത് കൺട്രോൾ ലൈൻസിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ CPU, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഇവയൊക്കെ കണക്ട് ചെയ്തു യൂസിങ് സിസ്റ്റം ബസ്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പാത്ത് ഫോം ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി അല്ലേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് CPU മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ CPUവിൻ്റെ മെമ്മറിയിലേക്ക്, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, അല്ലെങ്കിൽ CPU രജിസ്റ്റേഴ്സിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഫേഴ്സ്, ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്തൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ ഇൻ ബിറ്റ്വീൻ CPU ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതായത് ഏതൊക്കെ മോഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. സോ ട്രാൻസ്ഫർ മീൻസ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അതിന് നമുക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പം ആദ്യം ഇനിഷ്യൽ ഡേയ്സിലൊക്കെ നമ്മൾ ആദ്യ സമയത്തൊക്കെ ചെയ്തിരുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു CPU ഉണ്ട്, കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്, D1, D2, D3. അപ്പോൾ ഈ ഡിവൈസുകൾക്ക് CPU ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മെമ്മറിയിൽ നിന്ന് സം കൈൻഡ് ഓഫ് ഡാറ്റയെ റീഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ CPU മാസ്റ്ററായിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് സ്ലേവ്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് സ്വന്തമായിട്ടൊരു കമ്മ്യൂണിക്കേഷനെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നില്ല. ഇപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ ഇങ്ങോട്ട് റീഡ് ചെയ്തെടുക്കണമെങ്കിൽ അത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ആദ്യമൊക്കെ. ഓക്കെ, കാര്യം അത് സ്ലേവാണ്. മാസ്റ്റർ ആയിട്ടുള്ള CPUവിന് മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അതായത് CPUവിന് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ മാത്രം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ഡാറ്റ കൊടുക്കുക. അപ്പം CPUവിന് മാത്രമേ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ മെത്തേഡാണ്, ഔട്ട്ഡേറ്റഡ് മെത്തേഡ്സ് ആയിരുന്നു, ആദ്യത്തെ മെത്തേഡ്സ് ആയിരുന്നു. ഇതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ടാണ് പിന്നീടുള്ള മെത്തേഡ്സ് വന്നത്. പിന്നെ ഉള്ളൊരു കൺസെപ്റ്റാണ് എന്ത്? ഫ്ലാഗ് സിസ്റ്റം അല്ലെങ്കിൽ പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഫ്ലാഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് അങ്ങോട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയാനൊന്നും പറ്റില്ല. പകരം എപ്പോഴാണോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത് അപ്പോൾ അതൊരു സ്റ്റാറ്റസ്, അതിനുള്ളിലൊരു രജിസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. അതിനകത്തൊരു സ്റ്റാറ്റസ് ബിറ്റ് ഉണ്ടാവും. ആ സ്റ്റാറ്റസ് ബിറ്റിനെ സെറ്റ് ചെയ്യും. എന്നിട്ട് CPU എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആവശ്യമുള്ളപ്പോൾ മാത്രം വന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ നോക്കാതെ പകരം പീരിയോഡിക്കലി ഒരു സമയം വെച്ചിട്ട് പീരിയോഡിക്കലി ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നതെങ്കിൽ 5 മിനിറ്റ് ഇടവിട്ട് വന്ന് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ സ്റ്റാറ്റസിനെ ചെക്ക് ചെയ്യും. എപ്പോഴാണോ സ്റ്റാറ്റസ് സെറ്റായിരിക്കുന്നത് അപ്പോൾ CPUവിന് മനസ്സിലാകും ഒരു ട്രാൻസ്ഫർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരു ട്രാൻസ്ഫറിന് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ CPU ആ ട്രാൻസ്ഫർ ചെയ്യും. ഇതിനെ നമ്മൾ ഫ്ലാഗ് സിസ്റ്റം അല്ലെങ്കിൽ പോളിംഗ്, പീരിയോഡിക് ചെക്കിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതിനുശേഷം കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വന്നു. അതിൽ 3 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്: പ്രോഗ്രാംഡ് IO, ഇൻറ്ററപ്റ്റ് ഇനിഷ്യേറ്റഡ് IO, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് IO ഓർ പ്രോഗ്രാം കൺട്രോൾഡ് IO. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ there is no provision through which device can inform CPU about the transfer. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് IOയ്ക്ക് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്
CPU ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും റീഡ് ചെയ്യണം. എപ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ CPU ആണെങ്കിൽ ഇത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ അപ്പോൾ ഈ CPU ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ അത് CPU ത്രൂവേ പറ്റുള്ളായിരുന്നു, CPU ത്രൂവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് മെമ്മറിയിൽ നിന്നൊരു ഡാറ്റ റീഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പറയാൻ CPU-നോട് പറയാനുള്ള പ്രൊവിഷനൊന്നും ഇവിടെ ഇല്ല. നോ പ്രൊവിഷൻ ത്രൂ വിച്ച് ഡിവൈസ് ക്യാൻ ഇൻഫോം CPU അബൌട്ട് ദ ട്രാൻസ്ഫർ. പകരം അതെന്താ ചെയ്യുന്നത്, അതിനുള്ളിൽ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് ബിറ്റ് ഉണ്ടാവും. ആ ഫ്ലാഗ് ബിറ്റിനെ ഈ IO ഡിവൈസ് സെറ്റ് ചെയ്യും. IO സെറ്റ്സ് ഇറ്റ്സ് ഓൺ സ്റ്റാറ്റസ് ബിറ്റ് ആൻഡ് വെയിറ്റ്. സ്റ്റാറ്റസ് ബിറ്റിനെ സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിനറിയാം പീരിയോഡിക്കലി ഈ CPU വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന്. CPU റൺസ് എ പ്രോഗ്രാം periodically and checks the status of each device one by one. അപ്പോൾ CPU എന്ത് ചെയ്യും, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ ഒരു സ്റ്റാറ്റസ് ബിറ്റ് ഉണ്ടാവും. CPU എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ സ്റ്റാറ്റസ് ബിറ്റിനെ ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ എപ്പോഴാണോ ഒരു കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റസ് ബിറ്റിനെ 1 ആക്കും. അപ്പോൾ പീരിയോഡിക് ചെക്കിങ്ങിൻ്റെ സമയത്ത് ഈ CPU നോക്കുമ്പോൾ ഇത് 1 ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ CPU-ന് മനസ്സിലാവും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് എന്തോ ഒരു ട്രാൻസ്ഫർ ഇനിഷ്യേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ CPU എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. ഈ CPU എന്ത് ചെയ്യും, പീരിയോഡിക്കലി ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പീരിയോഡിക് ചെക്കിങ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, CPU എന്ത് കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് ടാസ്കും ചെയ്യുന്നത് പ്രോഗ്രാം റൺ ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് ബൈ എക്സിക്യൂട്ടിങ് എ സ്പെഷ്യൽ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടായിരിക്കും ഈ CPU എന്ത് ചെയ്യുന്നത്, ഈ പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പ്രോഗ്രാം റൺ ചെയ്ത് പീരിയോഡിക് ചെക്കിങ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ സ്റ്റാറ്റസ് ബിറ്റ് സെറ്റായിരിക്കുന്നത് കാണും. അപ്പം എന്ത് ചെയ്യും, ഇഫ് എനി ഡിവൈസ് ഹാസ് ഇറ്റ്സ് സ്റ്റാറ്റസ് സെറ്റ് ദ CPU പെർഫോംസ് ദ ഡാറ്റ ട്രാൻസ്ഫർ ഫോർ ഇറ്റ്. സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ മാത്രം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ CPU തിരിച്ചു പോകും. എന്നിട്ട് പീരിയോഡിക് ചെക്കിംഗ് അല്ലേ, അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും ഈ സ്റ്റാറ്റസ് ബിറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ ഡിവൈസിൻ്റെയും ഈച്ച് ഡിവൈസ് 1 by 1 എന്ന്, അങ്ങനെ ഓരോ ഡിവൈസിനും ഒരു സ്റ്റാറ്റസ് ബിറ്റ് അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിനുള്ളിൽ ഒരു ബിറ്റ് ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കും. ഓരോ ഡിവൈസിനെയും 1 by 1 എല്ലാ ഡിവൈസിനെയും സ്റ്റാറ്റസ് ബിറ്റിനെ CPU ഇങ്ങനെ പീരിയോഡിക്കലി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാണ് പ്രോഗ്രാംഡ് അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾഡ്. കാര്യം ഇവിടെ പ്രോഗ്രാംഡ് എന്ന് പറയാൻ കാരണം പീരിയോഡിക് ചെക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഒരു പ്രോഗ്രാം ത്രൂ ആണ് CPU ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടാണ് ഈ പീരിയോഡിക്കൽ ചെക്കിങ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രോഗ്രാംഡ് അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾഡ് IO എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറിയാണ് ഇൻറപ്റ്റ് ഡ്രിവൺ IO. ഓക്കെ, ഇൻറപ്റ്റ് ഡ്രിവൺ IO. ഇവിടെ there is a signal in computer system through which input-output informs CPU that it has some kind of information to send. അപ്പോൾ നേരത്തെ എന്തായിരുന്നു പ്രശ്നം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഒരു ഡാറ്റ മെമ്മറിയിലേക്ക് കൊടുക്കണമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ CPU-ലേക്ക് കൊടുക്കണമെങ്കിൽ ഇതെന്ത് ചെയ്യണം, സ്റ്റാറ്റസ് സെറ്റ് ചെയ്തിട്ട് മിണ്ടായിരിക്കേ വഴിയുള്ളൂ. അടുത്ത തവണ അല്ലെ അടുത്ത പീരിയോഡിക് ചെക്കിങ്ങിന് CPU വരുമ്പോഴായിരിക്കും ഈ ഒരു വിവരം CPU അറിയുന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് CPU-ലേക്ക് അറിയിക്കാനുള്ള പ്രൊവിഷനൊന്നും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ ഇൻറപ്റ്റ് ഡ്രിവൺ IO-യിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, CPU-ലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു സിഗ്നൽ ലൈനുണ്ട്. അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് ഒരു ട്രാൻസ്ഫർ താല്പര്യം വരുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തേണ്ടി വരുന്നത്, അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്തായിരിക്കും, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ വഴി അല്ലെങ്കിൽ ഈ ഒരു ലൈൻ വഴി അത് ഇൻഡിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻറപ്റ്റ് എന്ന് പറയും. ഓക്കെ, ഒരു ഇൻറപ്റ്റ് ഈ ലൈനിലൂടെ CPU-ലേക്ക് അയക്കും. അല്ലാണ്ട് സ്റ്റാറ്റസ് ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയല്ല, പകരം എപ്പോഴാണോ ട്രാൻസ്ഫർ നടത്താൻ തോന്നുന്നത്
ഓൺ ദ സ്പോട്ടിൽ ഒരു ഇൻട്രപ്റ്റ്, ഈ ഒരു ഇൻട്രസ്റ്റ്, ഡാറ്റ ട്രാൻസ്ഫറിനുള്ള ഇൻട്രപ്റ്റിൻ്റെ രൂപത്തിൽ CPU-ലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അതിന് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ തന്നെ അവിടെ ഉണ്ട്. അതാ പറയുന്നത് ദർ ഇസ് എ സിഗ്നൽ ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം ത്രൂ വിച്ച് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻഫോം CPU ദാറ്റ് ഇറ്റ് ഹാവ് സം കൈൻഡ് ഓഫ് ഡാറ്റ ടു സെൻഡ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രപ്റ്റ് CPU-ന് കിട്ടുന്ന സമയത്ത് CPU എന്ത് ചെയ്യും? CPU എന്തായിരിക്കും ചെയ്യുക? CPU നോർമലി എന്തെങ്കിലുമൊക്കെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. CPU ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. CPU വെറുതെ ഇരിക്കില്ലല്ലോ. CPU ഇങ്ങനെ ഓരോ പ്രോസസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഫോർ എക്സാമ്പിൾ CPU ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ. അപ്പം ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, 3, 4, 5ാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇൻട്രപ്റ്റ് വന്നതെന്ന് വിചാരിക്കുക. പ്രോസസ്സർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ CPU എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇറ്റ് കംപ്ലീറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് കറണ്ട് ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ഹോൾ പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പോകാനായിട്ട് പറ്റില്ല. കാര്യം ഈ പ്രോസസ്സ് തീരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു പ്രോസസ്സിൽ 100 ലൈൻസോ 10 ലൈൻസോ ഒന്നും ആയിരിക്കുമല്ലോ, ഒരുപാട് ലൈൻസ് കാണും, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കാണും. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സിക്യൂഷൻ കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ശരിയാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട്ലി എക്സിക്യൂട്ടിംഗ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അത് ഇടയ്ക്ക് വെച്ച് നിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാനായിട്ട് പോകും. ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആവശ്യപ്പെട്ടതിനനുസരിച്ചുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കംപ്ലീറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് കറണ്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് സേവ്സ് ദ സ്റ്റാറ്റസ് ഇൻ PC, PSW എക്സെട്ര ഓഫ് കറണ്ട് പ്രോസസ്സ്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവിടെ ഈ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ആണ് പോകുന്നത്, ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ സർവീസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഈ പ്രോസസ്സ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എവിടെയാണോ നിർത്തിയത് അവിടുന്ന് റെസ്യൂം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ റെസ്യൂം ചെയ്യണമെങ്കിൽ എവിടം വെച്ചാണ് നിർത്തിയത് എന്ന് എങ്ങനെയാ തിരിച്ചു വരുമ്പോഴത്തേക്കിന് അറിയാൻ പറ്റുക? ആ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കണം, സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, ഇൻ PC, PSW എക്സെട്ര. അപ്പം കറണ്ട് സ്റ്റാറ്റസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ CPU ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രപ്റ്റിനെ സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ബ്രാഞ്ചസ് ടു സർവീസ് ദ ഇൻട്രപ്റ്റ്. അതായത് ഇൻട്രപ്റ്റിനെ പോയി സർവീസ് ചെയ്യും. ഇൻട്രപ്റ്റിനെ പോയി സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ ISR എന്ന് വിളിക്കും, ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയാണ് എന്ത് നടക്കുന്നത്? ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉദ്ദേശിക്കുന്ന ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു 10 പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊരു 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ നിങ്ങൾ നോർമലി എന്താ ചെയ്യുക? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകുമോ? അതോ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും? ആ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ എന്നാൽ ഒത്തിരി സമയം പോകും അല്ലേ, ലഞ്ച് കഴിക്കാനുള്ള ടൈം കഴിഞ്ഞു പോകും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയാലോ എന്ത് സംഭവിക്കും? തിരിച്ചു വരുമ്പോൾ എവിടെയാണ് നിർത്തിയത്, എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ മറന്നും പോകും. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താ? കറണ്ട്ലി ആ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, പകരം ഏത് ക്വസ്റ്റ്യൻ ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഏകദേശം പകുതിയൊക്കെ ആയിട്ടുണ്ടോ, അപ്പോൾ ആ ക്വസ്റ്റ്യനെ തൽക്കാലം കംപ്ലീറ്റ് ചെയ്യും. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ടായിരിക്കും നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തീർത്ത് വെച്ചെങ്കിൽ 6 തൊട്ടായിരിക്കും റെസ്യൂം ചെയ്യുന്നത്. സോ 6 തൊട്ട് റെസ്യൂം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ബുക്ക് മാർക്ക് വെച്ചിട്ട് പോകണം, അല്ലെ തിരിച്ച് വരുമ്പോൾ എന്താണെന്നൊന്നും ഓർമ്മ കിട്ടത്തില്ല ചിലപ്പോൾ.
കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് നമ്മളവിടെ ഒരു ബുക്ക് മാർക്ക് വയ്ക്കും. ഈ ബുക്ക് മാർക്ക് വയ്ക്കുന്ന പരിപാടിയാണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്, സേവ്സ് ദ സ്റ്റാറ്റസ് ഇൻ സ്റ്റാക്ക്. ദെൻ എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബ്രാഞ്ചസ് ടു സർവീസ് ദ ഇൻട്രപ്റ്റ്. എന്തിനാ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യുന്ന കാര്യം? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അവിടുന്ന് റിക്വസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ആ ഇൻട്രപ്റ്റിനെ പോയി സർവീസ് ചെയ്യണം. അപ്പോൾ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം CPU എന്ത് ടാസ്ക് ചെയ്യുന്നതും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ ആ ഒരു ആവശ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ എന്ന് വിളിക്കും. ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ ഇറ്റ് റെസ്യൂംസ് ദ പ്രീവിയസ് പ്രോസസ് ബൈ ടേക്കിംഗ് ഔട്ട് ദ വാല്യൂ ഫ്രം ദ സ്റ്റാക്ക്. നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച ആ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഇല്ലേ ഈ പ്രോസസ്സിൻ്റെ, അബൌട്ട് ദിസ് പ്രോസസ്, ആ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ എടുത്തിട്ട് ഈ പ്രോസസ്സ്, നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ റെസ്യൂം ചെയ്യും. ഇതാണ് ഇൻട്രപ്റ്റ് ഡ്രിവൺ IO. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ തീർന്നു പോയി. പേപ്പർ തീർന്നു പോയി കഴിയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു പോപ്പപ്പ്, ഒരു വിൻഡോ വരും അല്ലേ, ഒരു ബോക്സ് വരും, പ്ലീസ് ഇൻസേർട്ട് മോർ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോർ ഷീറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വരും. ഇതെങ്ങനെയാണ് ഈ മെസ്സേജ് വരുന്നത്? അതായത് പ്രിൻ്റർ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു എന്താ പറയുക, പേപ്പർ തീർന്നു പോയി കഴിഞ്ഞാൽ പ്രിൻറ്റിങ് നടക്കത്തില്ല അല്ലേ. അപ്പം പ്രിൻ്റർ ഒരു ഇൻട്രപ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു സംഭവം CPU-യിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് ലൈൻ ഉണ്ടായിരിക്കും ഈ ഇൻട്രപ്റ്റ്സ് സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഇൻട്രപ്റ്റ് CPU-യിലേക്ക് അയക്കും. അപ്പോൾ CPU ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഏതെങ്കിലും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ CPU എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാമിൻ്റെ കറൻ്റ്ലി എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷനെ തൽക്കാലം കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാറ്റസ് ഇൻഫർമേഷനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്ത് വെച്ചിട്ട് എന്തിലേക്ക് പോകും? നമ്മുടെ പ്രിൻ്റർ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഇൻട്രപ്റ്റ് ത്രൂ വന്ന പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് പോകും. എന്ന് വെച്ചാൽ ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യുക. ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി പേപ്പർ സ്റ്റക്ക് ആകുമ്പോഴാണെങ്കിലോ വേറൊരു തരത്തിലുള്ള മെസ്സേജ് ആയിരിക്കും വരിക. അപ്പോൾ എന്താണേലും പ്രിൻ്റർ പേപ്പർ സ്റ്റക്കായാലും പേപ്പർ തീർന്നു പോയാലും അല്ലെങ്കിൽ മഷി കുറവാണെങ്കിലും എന്തായിക്കോട്ടെ, ഇൻട്രപ്റ്റ് ത്രൂ ആയിരിക്കും അത് CPU-നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ അറിയിക്കുന്നത്. കമ്പ്യൂട്ടർ ഓരോ സമയത്തും ചെയ്യുന്നത് എന്താണ്? ഡിഫറെൻറ്റ് കാര്യം. ഒന്ന് നമ്മൾ ഇൻസേർട്ട് മോർ പേപ്പേഴ്സ് എന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണിക്കുക, അടുത്ത തവണ പേപ്പർ സ്റ്റക്കാന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ മഷി തീരാറായി എന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഓരോ സമയവും CPU ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അതായത് ഓരോ സമയത്തും ഓരോ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനെ ആയിരിക്കും ആര് സെറ്റ് ചെയ്യുക, ആര് എക്സിക്യൂട്ട് ചെയ്യുക? CPU എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അത് ഓൾറെഡി മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻസ് അതൊക്കെ പ്രോഗ്രാമുകളാണല്ലോ, അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പ്രിൻ്ററൊക്കെ വാങ്ങി അത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ISR ഒക്കെ, ഈ പ്രിൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീനൊക്കെ ഈ ഡ്രൈവറിൻ്റെ ഫോമിൽ മെമ്മറിയിലുണ്ടാവും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ പ്രിൻ്റർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ ഈ ISR ഒക്കെ അതിനകത്ത് വരും. അപ്പോൾ ഓരോ സാഹചര്യത്തിലും ഏത് ISR ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ആ ISR-നെ ആയിരിക്കും കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് ഈ ഒരു പോപ്പപ്പ് മെസ്സേജുകളൊക്കെ കാണുന്നത്. ഓക്കെ, ഇനി അപ്പോൾ പ്രിൻ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഡിസൈൻ ചെയ്ത ആളൊരു ഡ്രൈവർ കൂടി നമുക്ക് തരും. ആ ഡ്രൈവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിലായിരിക്കും ISR ഉള്ളത്. ഓക്കെ, അപ്പോൾ അതായത് പ്രോഗ്രാം എല്ലാം ഈ പറയുന്ന ISRs എല്ലാം മെയിൻ മെമ്മറിയിൽ ഡ്രൈവറിൻ്റെ ഫോമിൽ ഉണ്ടാവും. പക്ഷേ ഓരോ തരത്തിലുള്ള ഇൻട്രപ്റ്റ് വരുമ്പോഴും ഓരോ ISRs ആയിരിക്കും CPU എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പം ഏത് ISR ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മുടെ CPU-ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇൻട്രപ്റ്റിനെയും ഓരോ ISR ആയിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പം ഓരോ പർട്ടിക്കുലർ ഇൻട്രപ്റ്റിനെയും സർവീസ് ചെയ്യാനുള്ള ISR ഏത് അഡ്രസ്സിലാണ് ഇരിക്കുന്നതെന്ന് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ വെക്റ്റർ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ മെമ്മറിയിൽ
ഇതാണ് നമ്മുടെ മെമ്മറി. ഈ മെമ്മറിയിൽ കുറേ ISR ഇരിപ്പുണ്ട്. ISR 1, ISR 2, ISR 3. ഓക്കെ, അപ്പോൾ പ്രിൻ്ററിൻ്റെ പേപ്പർ സ്റ്റക്കായി കഴിഞ്ഞാൽ ISR 2, പേപ്പർ തീർന്നു പോയാൽ ISR 1, മഷി തീർന്നു പോയാൽ ISR 3. ഇതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതെല്ലാം 200, 300, 500 ഈ മെമ്മറി ലൊക്കേഷൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 200-നെയും 300-നെയും 500-നെയും ഒക്കെയാണ്, ഈ അഡ്രസ്സുകളെയാണ് നമ്മൾ വെക്റ്റർ അല്ലെങ്കിൽ റെഫറൻസ് ഓഫ് ISR എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഏത് ISR ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്, അത് പറഞ്ഞു കൊടുക്കണം. അപ്പം CPU ആ ഒരു ഇൻട്രപ്റ്റിനെ, ആ ഒരു ISRനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ആ ഇൻട്രപ്റ്റ് അവിടെ സോൾവ് ആയിക്കോളും. ആ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡാറ്റ ട്രാൻസ്ഫർ അവിടെ നടന്നോളും. അതിനനുസരിച്ചായിരിക്കും ISR അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ എന്തായിരുന്നു ISR എന്ന് പറയുന്നത്? ISR എന്ന് പറഞ്ഞാൽ ഇൻ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെക്റ്റർ? വെക്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ് ഓർ റെഫറൻസ് ഓഫ് ISR. അപ്പം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ISRൻ്റെ അഡ്രസ്, അതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രപ്റ്റിലൂടെ നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒരു ട്രാൻസ്ഫറിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പലതരത്തിലുള്ള ഇൻട്രപ്റ്റ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിൽ ഇൻട്രപ്റ്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, തരംതിരിക്കാനായിട്ട് പറ്റും. വെക്റ്റേഡ്, നോൺ വെക്റ്റേഡ് എന്ന് തിരിക്കാൻ പറ്റും. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ എന്ന് പറയാൻ പറ്റും. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. ഇൻട്രപ്റ്റ് IO മോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും മെമ്മറിയും തമ്മിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ എത്ര ടൈം എടുക്കും? ഇൻട്രപ്റ്റ് ഓവർഹെഡ് ടൈം പ്ലസ് സർവീസ് ടൈം. ഓക്കെ, അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് അയച്ച് അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ISRൻ്റെ ലൊക്കേഷൻ, അല്ല ഇൻട്രപ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അതിനെ സർവീസ് ചെയ്യുന്നത് ISR എക്സിക്യൂട്ട് ചെയ്തിട്ട് ISRൻ്റെ ലൊക്കേഷൻ നോക്കി ISRനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം അതെടുക്കുന്ന വരെയുള്ള ആ ഒരു അത്രയും ടൈമാണ് ഇൻട്രപ്റ്റ് ഓവർഹെഡ് ടൈം എന്ന് പറയുന്നത്, പ്ലസ് സർവീസ് ടൈം. ISRനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു ഇൻട്രപ്റ്റ് സർവീസ് ആയിക്കോളും, അതിനെടുക്കുന്ന ടൈം. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രപ്റ്റ് ഓവർഹെഡ് ടൈം പ്ലസ് സർവീസ് ടൈം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് വെക്റ്റേഡ് ആൻഡ് നോൺ വെക്റ്റേഡ്. വെക്റ്റേഡ് ആൻഡ് നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ്സ്. വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ വെക്റ്റേഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിവൈസ് ഇൻട്രപ്റ്റ് മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. ഒരു ഡാറ്റ ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ ഇൻട്രപ്റ്റ് സെൻഡ് ചെയ്യും, ഇൻട്രപ്റ്റ് മാത്രമേ സെൻഡ് ചെയ്യുള്ളൂ. ആ ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യാനുള്ള റൂട്ടീൻ, ISR മെമ്മറിയിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്രസ്സ് CPUയിലേക്ക് കൊടുക്കില്ല. അതായത് ഡിവൈസ് സെൻസ് ഓൺലി ഇൻറ്ററപ്റ്റ്. ഇതിനെ നമ്മൾ സ്കെയിലാർ എന്നുകൂടി പറയും. സ്കെയിലാർ ഇൻട്രപ്റ്റ്സ്. ഇനി വെക്റ്റേഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഡിവൈസ് സെൻസ് ഇൻറ്ററപ്റ്റും സെൻഡ് ചെയ്യും ആൻഡ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ്, അഡ്രസ്സ്. ഓക്കെ, അതായത് പ്രോബ്ലത്തിൻ്റെ കൂടെ അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ കൂടി, ലൊക്കേഷൻ ഓഫ് സൊല്യൂഷൻ എവിടെയാണ്, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ISR, ആ സൊല്യൂഷൻ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ലൊക്കേഷനും കൂടി പറഞ്ഞു കൊടുക്കും. അതായത് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ദ സൊല്യൂഷൻ കൂടി പറഞ്ഞു കൊടുക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് അഡ്രസ് ഓഫ് ISR. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വെക്റ്റേഡ് ഇൻട്രപ്റ്റാണ് CPUയിലേക്ക് സെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? CPUവിന് എന്ത് കിട്ടും? ഇൻട്രപ്റ്റ് ആദ്യം വരും,
അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഡ്രസ്സ് കൂടി കിട്ടും. അപ്പോൾ CPU-ന് മനസ്സിലാവും ഈ ഡിവൈസിൽ നിന്നൊരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ട്, അതിന് സർവീസിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ആ സർവീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി CPU-ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ CPU-ന് മനസ്സിലാവും അതിനെ സർവീസ് ചെയ്യാൻ ഒരു ISR മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ ഈ ആവശ്യം അങ്ങ് കഴിഞ്ഞോളും. ആ ISR ഇരിക്കുന്ന അഡ്രസ്സാണ് രണ്ടാമത്തെ ഡിവൈസിൽ നിന്ന് പാസ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന് CPU-ന് മനസ്സിലാവും. സോ ഇൻറ്ററപ്റ്റും ഡിവൈസ് അയക്കും, കൂടെ ആ ഇൻറ്ററപ്റ്റിനെ സർവീസ് ചെയ്യാനുള്ള ISR ഇരിക്കുന്ന അഡ്രസ്സും അല്ലെങ്കിൽ വെക്ടറും അല്ലെങ്കിൽ റെഫറൻസും ഈ ഡിവൈസ് CPU-ലേക്ക് സെൻഡ് ചെയ്യും. അതേസമയം ഇവിടെ നോൺ വെക്റ്റേഡ് ആണെങ്കിൽ CPU-ലേക്ക് ഡിവൈസിൽ നിന്ന് ഇൻറ്ററപ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഇൻറ്ററപ്റ്റിനെ സർവീസ് ചെയ്യേണ്ടത് ഏത് ISR ആണെന്ന് CPU-ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ CPU എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നോ വെക്റ്റർ ആണെങ്കിൽ, വെക്റ്റർ ഇല്ലെങ്കിൽ ദെൻ CPU വിൽ എക്സിക്യൂട്ട് എ ഡിഫോൾട്ട് സർവീസ് റൂട്ടീൻ. അപ്പോൾ CPU എന്ത് ചെയ്യും, ഒരു ഡിഫോൾട്ട് സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഒരു ഡിഫോൾട്ട് സർവീസ് റൂട്ടീനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ഗെറ്റ് ദ ലൊക്കേഷൻ ഓഫ് ആക്ച്വൽ address, actual ISR. So it will get location of actual ISR. അപ്പോൾ ഈ ഒരു ഡിഫോൾട്ട് സർവീസ് റുട്ടീൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ CPU-ന് എന്ത് കിട്ടും, ശരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ട ആ ഒരു ഇൻട്രപ്റ്റിനെ റിസോൾവ് ചെയ്യേണ്ട ISR എവിടെയാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് വെക്റ്റേർഡും നോൺ വെക്റ്റേർഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എപ്പോഴും ഈ ഇൻട്രപ്റ്റ് പോകുന്നത് കൺട്രോൾ ലൈൻസിലൂടെയാണ്. അതേസമയം വെക്റ്ററിനെ CPU-ലേക്ക് അയക്കുന്നത്, ഇപ്പോൾ ആദ്യം നമ്മുടെ ഡിവൈസ് ഇൻട്രപ്റ്റ് ആണല്ലോ അയക്കുന്നത്, അതിനുശേഷമായിരിക്കും വെക്റ്റർ അയക്കുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് അയക്കുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റിനെ സെൻഡ് ചെയ്യുന്നത് കൺട്രോൾ ലൈൻസിലൂടെയും വെക്റ്ററിനെ CPU-ലേക്ക് അയക്കുന്നത് ഡാറ്റാ ബസ്സിലൂടെയും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സ്. അടുത്ത രണ്ട് കാറ്റഗറിയാണ് മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. ഇവിടെ മാസ്കബിൾ ആണെങ്കിൽ മാസ്ക് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് CPU ക്യാൻ അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ ഇൻറ്ററപ്റ്റ്. അപ്പോൾ മാസ്കബിൾ എന്ന് പറഞ്ഞാൽ മാസ്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇൻട്രപ്റ്റുകളായിരിക്കും. ചില ഇൻട്രപ്റ്റ്സിനെ CPU-ന് ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രപ്റ്റ്സിനെയാണ് നമ്മൾ മാസ്കബിൾ എന്ന് വിളിക്കുന്നത്. നോൺ മാസ്കബിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്സിനെ CPU അക്സെപ്റ്റ് ചെയ്തിരിക്കണം. സോ CPU ഓൾവേസ് accepts the interrupt. അപ്പോൾ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ CPU ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഏത്? മാസ്കബിൾ ആൻഡ് നോൺ മാസ്കബിൾ. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രോഗ്രാം, ഈ ഒരു CPU-നുള്ളിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു എറർ, ആ എറർ കാരണം ഉണ്ടാകുന്ന ഒരു ഇൻട്രപ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് എന്ന് വിളിക്കും. കാരണം അത് CPU-നുള്ളിൽ ഉണ്ടായതാണ്. CPU-നുള്ളിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എറർ സംഭവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ഇൻട്രപ്റ്റ് അവിടെ ജനറേറ്റ് ആവും CPU-ലേക്ക് തന്നെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻറ്റേർണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇൻട്രപ്റ്റ് എന്താണ്? ഇൻറ്റേർണൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ്
within the CPU. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ പേജ് ഫോൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്? ഒരു പേജ് ഇല്ലാതെ വരുമ്പോൾ പേജ് ഫോൾട്ട് സംഭവിക്കും. ശരിക്കും അതൊരു ഒരു ഇൻറ്റേർണൽ ഇൻട്രപ്റ്റാണ് അല്ലേ? സിസ്റ്റം കോളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇനി എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CPU പുറത്തുനിന്ന് വരുന്ന, അതായത് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻട്രപ്റ്റ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻറ്ററപ്റ്റ്സ്, അതായത് നമ്മുടെ CPU പുറത്തുനിന്ന് വരുന്ന ഇൻട്രപ്റ്റ്സ്. ഓക്കെ, ഇനി അടുത്തത് പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ്. അപ്പോൾ ഇൻട്രപ്റ്റ് ഡ്രിവൺ IO നമ്മൾ പഠിച്ചു. ആ ഇൻട്രപ്റ്റ്, അതിനകത്ത് കുറേ ഇൻട്രപ്റ്റ്സിൻ്റെ ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. വെക്റ്റേർഡ്, നോൺ വെക്റ്റേർഡ്, മാസ്കബിൾ, നോൺ മാസ്കബിൾ, ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, അത് നമ്മൾ കണ്ടു. ഇനി വരുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ്. ഇവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് ആയിരിക്കില്ല കണക്ട് ചെയ്തിട്ടുണ്ടാവുക, കുറേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ഡിവൈസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി ഇൻട്രപ്റ്റ് അയച്ചു, CPU വന്ന് സെർവ് ചെയ്തു, സിമ്പിൾ. അതേസമയം മോർ ദാൻ വൺ ഡിവൈസുകൾ അറ്റ് ദ സെയിം ടൈം ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്ത് CPU അയക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? എങ്ങനെയായിരിക്കും CPU ഈ ഡിവൈസുകളെ ഹാൻഡിൽ ചെയ്യുക? സോ വാട്ട് ഇഫ് more than one device initiates interrupts. More than one ഡിവൈസ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഏത് ഡിവൈസിനാണ് കൂടുതൽ പ്രയോറിറ്റി, ആ ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റിനെ ആയിരിക്കും ആദ്യം സർവീസ് ചെയ്യുക, ദെൻ അടുത്ത പ്രയോറിറ്റി. അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ഈ പറയുന്ന ഇൻട്രപ്റ്റുകളെ സർവീസ് ചെയ്യുക, ഡിവൈസുകളെ സെർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ, ഇപ്പോൾ മോർ ദാൻ വൺ ഡിവൈസിൽ നിന്ന് ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ CPU ഇതാണ്, പല ഡിവൈസുണ്ട്, D1, D2, D3. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇൻട്രപ്റ്റ്സ് വന്നു, ഇതിൽ നിന്നും വന്നു. അപ്പോൾ CPU ഏതിനെ സെർവ് ചെയ്യും? പ്രയോറിറ്റി നോക്കും. ഓക്കെ, അപ്പോൾ CPU എന്ത് ചെയ്യണം? Service the interrupts based on priority. Then how this priority resolved? എങ്ങനെയാണ് പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ്. എങ്ങനെയാണ് പ്രയോറിറ്റി റിസോൾവ് ചെയ്ത് ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി എന്നറിയുന്നത്, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ പ്രയോറിറ്റി ബേസ്ഡ് ഇൻട്രപ്റ്റ് ഹാൻഡ്ലിങ്ങിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് പ്രയോറിറ്റി എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം, നമുക്ക് വന്നിരിക്കുന്ന ഇൻട്രപ്റ്റ്സിൽ നിന്ന് ഏത് ഡിവൈസിൽ നിന്നുള്ള ഇൻട്രപ്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന് എങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യും? രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിന് സോഫ്റ്റ്വെയർ സൊല്യൂഷനും ഉണ്ട്, ഹാർഡ്വെയർ സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉപയോഗിച്ചും പ്രയോറിറ്റി റിസോൾവ് ചെയ്യാം, ഹാർഡ്വെയർ സൊല്യൂഷൻ ഉപയോഗിച്ചും പ്രയോറിറ്റി നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് വരുന്ന സമയത്ത് ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നു, ഇറ്റ് റൺസ് എ പ്രോഗ്രാം ആൻഡ് റിസോൾവ് ദ പ്രയോറിറ്റി ഇഷ്യൂ. അപ്പം ഒരു 10 ഡിവൈസിൽ നിന്നും ഇൻട്രപ്റ്റ് വന്നാൽ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് CPU തീരുമാനിക്കും ഏതിനാണ് കൂടുതൽ പ്രയോറിറ്റി. ആ കൂടുതൽ പ്രയോറിറ്റി ഉള്ളതിനെ ആദ്യം പോയി ISR എക്സിക്യൂട്ട് ചെയ്ത് സർവീസ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് it runs a program and resolve the priority issue. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരിക്കും പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും ചെയ്യുക? ഇറ്റ് യൂസസ് ഹാർഡ്വെയർ ടു റിസോൾവ് ദ പ്രയോറിറ്റി ഇഷ്യൂ. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയാം, ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ഉപയോഗിച്ചുള്ള പ്രയോറിറ്റി റിസോൾവിങ് സ്ലോ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുന്നതെല്ലാം സ്ലോയും ഹാർഡ്വെയർ ത്രൂ ചെയ്യുന്നതൊക്കെ നമ്മൾ ഫാസ്റ്റുമാണ്. നമ്മൾ 4th മൊഡ്യൂളിൽ ഡിസൈനിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഹാർഡ്വെയർ സൊല്യൂഷൻ 2 തരത്തിലുണ്ട്. സീരിയൽ ആൻഡ് പാരലൽ എന്ന് വെച്ചാൽ സീരിയൽ ആൻഡ് പാരലൽ എന്ന് വെച്ചാൽ ഈ ഹാർഡ്വെയർ സൊല്യൂഷനിൽ ഇലക്ട്രിക്കലി അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉപയോഗിച്ചായിരിക്കും പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്. അതിനനുസരിച്ച് ഒരു സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ സർക്യൂട്ട് ത്രൂ ആയിരിക്കും പ്രയോറിറ്റി നമ്മൾ ഡിവൈസുകൾക്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീരിയൽ ആയിട്ട് നമുക്ക് പ്രയോറിറ്റി റിസോൾവ് ചെയ്യാം, പാരലൽ ആയിട്ട് നമുക്ക് പ്രയോറിറ്റി റിസോൾവ് ചെയ്യാം. സീരിയൽ ആയിട്ടുള്ള പ്രയോറിറ്റി റിസോൾവിങ്ങിനെ നമ്മൾ ഡയസി ചെയിനിങ് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ളത് പാരലൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡയസി ചെയിനിങ് നോക്കാം. ഇതാണ് ഡയസി ചെയിനിങ്. ഡയസി ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി ആണ് പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്, ഹാർഡ്വെയർ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ പ്രയോറിറ്റി ഏതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി എന്നൊക്കെ ഓരോ കമ്പ്യൂട്ടർ സിസ്റ്റവും അനുസരിച്ചിരിക്കും. അപ്പം പ്രയോറിറ്റി അനുസരിച്ച് ഈ ഡിവൈസുകളെ സീരിയലായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഇത് ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് 3. അപ്പം നമുക്കിവിടെ 3 ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. 3നെ നമ്മൾ സീരിയലി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഈ ഡിവൈസുകളിൽ നിന്ന് വരുന്ന ട്രാൻസ്ഫർ ഇൻട്രപ്റ്റുകളെ ഒരൊറ്റ സിഗ്നൽ ലൈനിലൂടെയാണ് സി പി യുയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സി പി യുയിൽ അത് വരുന്നത് എന്തായിട്ടാണ്? INTR ആയിട്ടായിരിക്കും സി പി യുയിൽ ഈ ഒരു ഇൻട്രപ്റ്റ് എത്തുന്നത്. സോ ഡിവൈസ് 1ൽ നിന്നും ഡിവൈസ് 2ൽ നിന്നും ഡിവൈസ് 3ൽ നിന്നും ജനറേറ്റ് ആകപ്പെടുന്ന ഇൻട്രപ്റ്റ് സെയിം ലൈനിലൂടെയാണ് സി പി യുയിൽ എത്തുന്നത്. ഇനി സി പി യുയിൽ ഇൻട്രപ്റ്റ് എത്തിക്കഴിഞ്ഞാൽ സി പി യു ആദ്യം തീരുമാനിക്കും ഈ ഇൻട്രപ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന്. സി പി യു ഇൻട്രപ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് അക്സെപ്റ്റ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ സി പി യു എന്ത് ചെയ്യും? ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ചയക്കും. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തു, ഞാനത് റിസോൾവ് ചെയ്തോളാം എന്ന് സൂചിപ്പിക്കുന്ന ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സി പി യുയിൽ നിന്ന് പുറത്തേക്ക് ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് INTACK എന്ന് പറയുന്നത്. INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്, INTACK എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്. ഓക്കെ, ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ്. ഇപ്പോൾ INTR എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്, INTACK എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ്. ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ്. അപ്പോൾ ഇനി ഇവിടെ ഈ ഡയസി ചെയിനിങ്ങിൽ സീരിയലി ആണ് നമ്മൾ ഒരു ഹാർഡ്വെയർ ഉപയോഗിച്ച് സീരിയലി ആണ് നമ്മൾ പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഓരോ ഡിവൈസിനെയും സീരിയലി കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ? ഡിവൈസ് 1, ഡിവൈസ് 2, ഡിവൈസ് 3. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഇൻട്രപ്റ്റിനെ സീരിയലി കണക്ട് ചെയ്ത് INTRലേക്ക് കൊടുത്തിരിക്കുന്നു. ദെൻ സി പി യുയിൽ നിന്ന് വരുന്ന അക്നോളജ്മെൻറ്റിനെയും എങ്ങോട്ടേക്കാണ്? സീരിയലി ഡിവൈസ് 1ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഡിവൈസ് 1ൽ നിന്നാണ് പ്രയോറിറ്റി ഡിവൈസ് 2ലേക്കും 3ലേക്കും എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഡിവൈസ് 1ഉം ഡിവൈസ് 2ഉം ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അത് 1 ആണെന്ന് വിചാരിക്കുക. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് ഹൈ ആണ് ലൈൻ. അപ്പോൾ അതായത് ഇൻട്രപ്റ്റ് സിഗ്നൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൈൻ 1 ആക്കുക. അപ്പം ഈ ഡിവൈസ് 1 എന്ത് ചെയ്യും? ഈ ലൈനിനെ 1 ആക്കും. ഡിവൈസ് 2 ലൈനിനെ 1 ആക്കും. ഡിവൈസ് 3ക്ക് ഇൻട്രപ്റ്റ് ഒന്നുമില്ല. സോ ഈ ലൈൻ 0 ആയിരിക്കും. സോ ഈ 2 1ഉം ഇതെല്ലാം എവിടെ എത്തും? INTRലെത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ അവൈലബിൾ ആയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ സി പി യുവിന് മനസ്സിലാവും ഏതോ ഒരു ഡിവൈസിൽ നിന്നൊരു ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ട്. സി പി യു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യം ആലോചിക്കും ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ. അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് തീരുമാനമെങ്കിൽ ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് അയക്കും ത്രൂ ദിസ് ലൈൻ. അപ്പോൾ ഈ അക്നോളജ്മെൻറ്റ് അയക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു ലൈനിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ആക്റ്റീവ് ലോ ആണോ ആക്റ്റീവ് ഹൈ ആണോ എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻസ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് ഇൻട്രപ്റ്റ് സിഗ്നലിനെ ആക്റ്റീവ് ഹൈ ആക്കിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അക്നോളജ്മെൻറ്റിനെ ഞാൻ ആക്റ്റീവ് ഹൈ ആക്കി എടുക്കുന്നത്. ആക്റ്റീവ് ഹൈ 1.
അപ്പോൾ ഡിവൈസ് 1 ഇവിടെ പി ഐയും ഇതുണ്ടോ, ഇത് P1 അല്ല കേട്ടോ, PI ആണേ, പ്രയോറിറ്റി ഇൻപുട്ട്. ഇത് PO, പ്രയോറിറ്റി ഔട്ട്പുട്ട്. അപ്പോൾ ഡിവൈസ് 1 എന്ത് കിട്ടും? ഈ ഒരു ആദ്യം ഡിവൈസ് 1 ഈ ഒരു അക്നോളജ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എപ്പോഴാണോ അക്നോളജ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ ആ ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റിനെ ഹാൻഡിൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ഡിവൈസ് 1 സെക്കൻഡ് പ്രയോറിറ്റി ഡിവൈസ് 2 തേർഡ് പ്രയോറിറ്റി ഡിവൈസ് 3 അതിനനുസരിച്ചാണ് നമ്മൾ സീരിയൽ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഡിവൈസ് 1 ആദ്യം അക്നോളജ്മെൻറ്റ് കിട്ടുക. സോ ഡിവൈസ് 1 ഇൻട്രപ്റ്റ് അവിടെ ഹാൻഡിൽ ചെയ്യപ്പെടും. കണ്ടോ, ഇവിടെ നമ്മൾ പ്രയോറിറ്റി ഒന്നിലധികം ഡിവൈസസ് ഉണ്ട്. അതിൽ ഒന്നിലധികം ഡിവൈസസ് ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനെ ആദ്യം റിസോൾവ് ചെയ്യും, ഏതിനെ ആദ്യം നമ്മൾ സർവീസ് ചെയ്യും? പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് ടോപ്പ് പ്രയോറിറ്റി ഉള്ളതിനെ എങ്ങനെ സെലക്ട് ചെയ്യും? ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആഫ്റ്റർ റിസോൾവിങ് ദ ഇൻട്രപ്റ്റ്, ഡിവൈസ് 1 ഇൻട്രപ്റ്റ് റിസോൾവ് ചെയ്തതിന് ശേഷം CPU നോക്കുമ്പോഴും ഈ INTR 1 കാര്യം ഡിവൈസ് 2 ഇവിടെ 1 വെച്ചിരിക്കുക അല്ലേ. ഡിവൈസ് 2 ഇതുവരെ ഇൻട്രപ്റ്റിനെ റിസോൾവ് സർവീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ CPU എന്ത് ചെയ്യും? എഗെയിൻ ഒരു അക്നോളജ്മെൻറ്റും കൂടെ ഇങ്ങോട്ടേക്ക് അയക്കും. അത് ഡിവൈസ് 2 3 അല്ല കിട്ടുക, ഡിവൈസ് 1 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഡിവൈസ് 1 നോക്കുമ്പോൾ അതിന് ഇൻട്രപ്റ്റ് ഒന്നും സോൾവ് ചെയ്യാനില്ല, ഉണ്ടായിരുന്നു പറഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഡിവൈസ് എന്ത് ചെയ്യും? ഈ 1 നേരെ ഡിവൈസ് 2 പാസ് ചെയ്യും. സോ ഡിവൈസ് 2 എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ നേരത്തെ കേസിൽ ഡിവൈസ് 1 എന്താ ചെയ്തത്? അതിന് ഇൻട്രപ്റ്റ് സോൾവ് ചെയ്യാൻ ഉണ്ടായിരുന്നപ്പോൾ എന്താ ചെയ്തത്? 1 എടുത്ത് ഇൻട്രപ്റ്റ് സോൾവ് ചെയ്യും, ദെൻ 1 എടുക്കും, ദെൻ പുറത്തേക്ക് 0 ആയിരിക്കും കൊടുക്കുക. അതായത് ഡിവൈസ് 2 ഈ PI പ്രയോറിറ്റി ഇൻപുട്ടിലേക്ക് 0 ആയിരിക്കും കൊടുക്കുക. പക്ഷേ ഇവിടെ ഡിവൈസ് 1 അതിൻ്റെ ഇൻട്രപ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട്, അതായത് ഡിവൈസ് 1 ഇൻട്രപ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് ഡിവൈസ് എന്ത് ചെയ്യും? പുറത്തേക്ക് 1 കൊടുക്കും. സോ ഡിവൈസ് 2 PI 1 ആകും. സോ ഡിവൈസ് 2 ഇൻട്രപ്റ്റിനെ സർവീസ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഇവിടെ ഈ 1 കിട്ടിക്കഴിയുമ്പോൾ ഡിവൈസ് 2 എന്താവും? പുറത്തേക്ക് 0 ആയിരിക്കും കൊടുക്കുക. കാര്യം ഈ ഡിവൈസിന് ഒരു ഇൻട്രപ്റ്റ് സർവീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡിവൈസിലേക്ക് അക്നോളജ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റില്ല. സോ ഡിവൈസ് 2 പുറത്തേക്കൊരു, അതായത് ഔട്ട്പുട്ട് പ്രയോറിറ്റി ഔട്ട്പുട്ട് 0 ആക്കും. സോ ഡിവൈസ് 3 പ്രയോറിറ്റി ഇൻപുട്ട് 0 ആയിരിക്കും. സോ ഡിവൈസ് 3 ഇൻട്രപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ഇൻട്രപ്റ്റിനെ CPU ഹാൻഡിൽ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡൈസി ചെയിനിങ് യൂസ് ചെയ്തിട്ട് സീരിയലി ബൈ യൂസിങ് ഹാർഡ്വെയർ കമ്പോണൻസ് നമ്മൾ പ്രയോറിറ്റി റിസോൾവ് ചെയ്ത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ കണ്ടുപിടിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സീരിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മളൊരു ഇലക്ട്രിക്കലിയാണ് നമ്മൾ പ്രയോറിറ്റി റിസോൾവ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാറ്റഗറി പ്രോഗ്രാംഡ് IO, ഇൻട്രപ്റ്റ് ഡ്രിവൺ IO കഴിഞ്ഞു, DMA ട്രാൻസ്ഫർ ആണുള്ളത്. അത് കഴിഞ്ഞ് പറയും.